SI വിനോദിന്റെ അഴിമതി അവസാനിപ്പിക്കുക, ഗോപികയുടെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുക, കൈക്കൂലിക്കാരൻ SIയെ പിരിച്ചുവിടുക. രാവിലെ തന്നെ മുദ്രാവാക്യങ്ങളുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയൊരു ജനാവലി തടിച്ചുകൂടിയിരുന്നു. ഇതെന്താ സംഭവം? അപരിചിതനായ ഒരാൾ ജനക്കൂട്ടത്തിനോട് കാര്യം തിരക്കി. ചേട്ടാ, 2 ദിവസം മുന്നേ ഒരു ആക്സിഡന്റ് നടന്നു. ഇവിടെ റോഡിലൂടെ നടന്നു പോയ ഒരു പെൺകുട്ടിയെ കാറിടിച്ചിട്ട് നിർത്താതെ പോയി. ആ കൊച്ചു മരിച്ചുപോയി. പ്രതികളെ നാട്ടുകാർ തന്നെ പിന്നാലെ പോയി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതാണ്. പക്ഷേ SI കാശ് വാങ്ങിയിട്ട് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മാത്രമല്ല, കേസ് സ്വാഭാവിക ആക്സിഡന്റ് ആക്കി എഴുതി തള്ളി. കള്ളും കുടിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിച്ചതാ അവന്മാർ. കൊച്ചിൻ്റെ ദേഹത്തൂടെ കാറ് കയറ്റി ഇറക്കി. എന്നിട്ട് നിർത്താതെ പോയി കളഞ്ഞു. ഇത്രയും മനസാക്ഷിയില്ലാത്ത കാര്യം ചെയ്തവന്മാരെ ഈ SI സംരക്ഷിക്കാൻ നോക്കുക. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവൻ്റെയൊക്കെ ജോലി കളയണം, എന്നാലേ പഠിക്കൂ. മറുപടികൾ പലതായി എത്തി. തടിച്ചുകൂടിയ ജനാവലി റോഡ് കൂടി ഉപരോധിച്ചു തുടങ്ങിയതോടെ പ്രശ്നം വഷളായിരുന്നു. സാറേ, സീനാണ്. എന്താ ചെയ്യുക? ആൾക്കാർ റോഡ് ഉപരോധിച്ചു തുടങ്ങി. മീഡിയയുണ്ട്. ഇത് കയ്യിൽ നിൽക്കുമെന്ന് തോന്നില്ല. ASI മോഹനൻ പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തിലായി വിനോദ്. ഏത് കഷ്ടസമയത്താണോ എന്തോ ഈ കേസിൽ കയറി തലയിടാൻ തോന്നിയത്. ഇതിപ്പോൾ വല്ലാത്ത കുരുക്കായി. മീഡിയാസ് ഇത് പ്രശ്നമാക്കും. വല്ലവന്മാരും പെണ്ണുപിടിക്കാൻ പോയ ഏതെങ്കിലും കഥ വന്നിരുന്നേൽ ചാനലുകാരെല്ലാവരും തിരിച്ചുവിടാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പണിയായി. ഉള്ളത് പറയാലോ സാറേ, മനസാക്ഷിയില്ലാത്ത പരിപാടിയാ സാറ് കാണിച്ചേ. ആ മരിച്ച പെങ്കൊച്ചിന് ഒരു കുഞ്ഞു മോളും ഉള്ളതാ. അതിൻ്റെ കാര്യമെങ്കിലും സാർ ഓർക്കണമായിരുന്നു. ഇതിൽ കയറി ഇടപെടാൻ പാടില്ലായിരുന്നു. തൻ്റെ വിയോജിപ്പ് മടിയില്ലാതെ തുറന്നു പറഞ്ഞു മോഹനൻ. മറുപടി ഒന്നും പറയാതെ മൗനമായി വിനോദപ്പോൾ. സ്റ്റേഷനിലെ പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ വഷളായതോടെ ഉന്നത ഇടപെടലുകളുണ്ടായി. ഒടുവിൽ SP തന്നെ നേരിട്ടെത്തി ജനക്കൂട്ടത്തെ ശാന്തരാക്കി. കേസ് ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്ന ഉറപ്പിന്മേൽ ആ പ്രശ്നം അങ്ങനെ ഒരുവിധം അവസാനിപ്പിച്ചു. വിനോദേ മോനെ, വീട്ടിലിരിക്കുക കുറച്ച് നാൾ. കാശ് കുറച്ച് കിട്ടിക്കാണുമല്ലോ അവന്മാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ചിലവിന് ബുദ്ധിമുട്ട് വരില്ല. സസ്പെൻഷൻ ഓർഡർ ഉടനെ വന്നോളും കേട്ടോ. പോകുന്നതിന് മുന്നേ പുച്ഛത്തോടെ വിനോദിനെ ആ കാര്യം അറിയിച്ചു SP. ആകെ ഒരു പരുങ്ങലിലായിരുന്നു വിനോദ് അപ്പോൾ. വാർത്ത ചാനലിൽ വന്നതോടെ അവൻ്റെ ഫോണിലേക്ക് ചറപറ കോളുകളും വന്നു തുടങ്ങിയിരുന്നു. ഒന്നും അറ്റൻഡ് ചെയ്തില്ല വിനോദ്. നാണക്കേട് കൊണ്ട് ആദ്യമായി അവൻ്റെ മുഖം താഴ്ന്നു. നന്നായി, ഇങ്ങേര് ഇത് ഇരന്ന് വാങ്ങിയതാ. വീട്ടിലിരിക്കട്ടേനേ. എത്ര പാവങ്ങളെയാണ് ഇയാൾ ദ്രോഹിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ശിക്ഷയാകും. സഹപ്രവർത്തകരുടെ അടക്കം പറച്ചിലുകൾ ഇപ്രകാരമായിരുന്നു. SI വിനോദിൻ്റെ പേരിൽ വളരെ നാളുകളായി അനേകം പരാതികൾ ഉയർന്നിട്ടുള്ളതാണ്. കൈക്കൂലിയും അഴിമതിയുമാണ് പ്രധാന മേഖലകൾ. ആയതിനാൽ തന്നെ സാധാരണക്കാരായവർ അയാൾക്ക് ശത്രുക്കളും നാട്ടിലെ പ്രമുഖർ അയാൾക്ക് മിത്രങ്ങളുമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു പോലീസുകാരൻ എങ്ങനെ ആകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അയാൾ. എന്നാൽ ഇത്തവണ അടിപതറി. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. എടാ വിനോദേ, നീ വെളിയിൽ വാ കേട്ടോ. നിനക്കുള്ളത് തരുന്നുണ്ട് ഞങ്ങൾ. രാഷ്ട്രീയ പാർട്ടിക്കാരിൽ ചിലരും വിനോദിനു വേണ്ടി വെല്ലുവിളികളുമായി കാത്തു നിന്നിരുന്നു. കാരണങ്ങൾ പലതാണ്. അധികാരത്തിൻ്റെ മത്തിൽ അയാൾ കാട്ടിക്കൂട്ടാത്ത കൊള്ളരുതായ്മകൾ കുറവൊന്നുമല്ല. അധികാരമില്ലെങ്കിൽ ആർക്കും പുല്ലുവിലയാണ് എന്ന സത്യം അന്നാണ് വിനോദ് മനസ്സിലാക്കിയത്. സർ, തൽക്കാലത്തേക്ക് എനിക്കാണ് സ്റ്റേഷൻ ചാർജ്. ഇമെയിൽ വന്നു. മോഹനൻ അരികിലെത്തി പറയുമ്പോൾ തനിക്കെതിരെയുള്ള അവസാന ആണിയും തറയ്ക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി വിനോദ്. എടോ, ഇതൊരു സസ്പെൻഷൻ മാത്രമാണ്. അത് എങ്ങനെയും ഞാൻ മാറ്റും. അതിനുള്ള പിടിയൊക്കെ എനിക്കുണ്ട്. ഉടനെ തന്നെ തിരിച്ച് കയറുകയും ചെയ്യും. എന്നെ ചൊറിയാൻ നിൽക്കുന്നവന്മാരോട് ഒന്ന് ഓർത്തേക്കാൻ പറയും. ആ അവസ്ഥയിലും അവൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് കേട്ടപ്പോൾ അറിയാതെ ചിരിച്ചുപോയി മോഹനൻ. സാറേ, ഇലക്ഷൻ ആകാറായി. അത് മറന്നോ സാറ്? സാറിൻ്റെ ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ പോലും രാഷ്ട്രീയ കളികളാണെന്ന് മനസ്സിലാക്കണം. എത്ര പിടിപാടുണ്ടേലും പ്രശ്നം ഉണ്ടാക്കിയാൽ സർക്കാർ മുഖം രക്ഷിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇനി പെട്ടെന്നൊരു തിരിച്ചുവരവ് സാർ പ്രതീക്ഷിക്കേണ്ട. സർക്കാരിന് വേണ്ടത് സാറിനെയല്ല, മറിച്ച് വോട്ടുകളാണ്. ആ കേട്ടതൊരു നടുക്കമായി വിനോദിന്. ആ വസ്തുത അപ്പോഴാണ് അവൻ ഓർത്തത്. എന്നാൽ ആ നടുക്കത്തിനെ ഇരട്ടിയാക്കുന്നതായിരുന്നു പിന്നീട് കേട്ടത്. സാറേ, പിന്നൊരു കാര്യം. നിങ്ങളെ പുറത്തു കിട്ടാൻ കാത്തിരിക്കുന്നവരെല്ലാം വെറും സാധാരണക്കാരാണ്. പലപ്പോഴായി സാറ് ദ്രോഹിച്ചവർ. അവരെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഇനി നിങ്ങൾക്ക് പറ്റില്ല. രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നവരാണ് നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർ. ഞാൻ പ്രാർത്ഥിക്കാം സാറിന് ആപത്തൊന്നും വന്നേക്കരുതേ എന്ന്. ഇത്തവണ പണി ഉറപ്പിച്ചു വിനോദ്. കാക്കിയുടെയും അധികാരത്തിൻ്റെയും പേരിൽ അഹങ്കരിച്ചപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു ദിവസത്തെപ്പറ്റി അയാൾ ചിന്തിച്ചിരുന്നില്ല. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ വ്യാപ്തി വളരെ വലുതായിരുന്നു.
തല കുമ്പിട്ടുകൊണ്ട് പരിഹാസച്ചിരികളുടെയും കുത്തുവാക്കുകളുടെയും ഇടയിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അന്ന് ആദ്യമായി അപമാനഭാരത്തിലും ഭയത്താലും വിനോദിന്റെ ശരീരം വിറവുണ്ട്. പുറത്ത് കൂകി വിളിച്ച ആരുടെയും മുഖത്തേക്ക് അവൻ നോക്കിയില്ല. കാറിലേക്ക് കയറുമ്പോൾ അന്ന് ആദ്യമായി വല്ലാത്തൊരു ഭയം വിനോദിന്റെ മനസ്സിലുദിച്ചു. കാക്കിയിട്ടവർ എല്ലാവരും മോശക്കാരല്ല, പക്ഷേ ചിലരുണ്ട്, വളരെ ചുരുക്കം ചിലർ. ജനങ്ങളുടെ കാവൽക്കാരാവേണ്ടവരാണ്, അവർക്ക് സംരക്ഷണം നൽകേണ്ടവരാണ്. പോലീസ് എന്ന വസ്തുത മറയ്ക്കുന്ന ചിലർ. അധികാരത്തിൻ്റെ മേൽ പാവങ്ങളെ ദ്രോഹിക്കാനും സാമ്പത്തിക ലാഭം നോക്കി തെറ്റുകൾക്കൊപ്പം നിൽക്കുവാനും ശ്രമിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരനായി മാറുന്ന ഒരു ദിവസം മുൻകൂട്ടി കാണണം എല്ലാവരും. ഇതൊക്കെ ഒരു പാഠമാകണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.